സാധനം വരാൻ പോകുന്ന വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. മിത്രയെ കൊണ്ടുപോകാൻ വേണ്ടി അനന്തനും നന്ദിതയും കൂടെ വരികയാണ്. അപ്പം അവിടെ വന്ന് മിത്രയെ നന്ദിത വിളിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ അച്യുതനും രാജശ്രീയും കൂടെ നിൽക്കുകയാണ്. മുത്തശ്ശിയും ഉണ്ട്. അപ്പം മിത്രയെ വിളിക്കുകയാണ്. അപ്പോൾ ആദ്യം ഇറങ്ങി വരുന്ന ഗോമതിയാണ്. ഗോമതി ഇവരെ കാണുമ്പോൾ അകപ്പാടെ ഭയക്കുന്നുണ്ട്. ഉടനെ ബാലേട്ടാന്ന് വിളിച്ച് ബാലനെ വിളിച്ച് വരുത്തുന്നുണ്ട്. മിത്ര അകത്ത് നിന്ന് കേൾക്കുന്നുണ്ട് നന്ദിത മോളെ എന്ന് വിളിക്കുന്നത്. അങ്ങനെ മിത്ര ഓടി പുറത്തേക്ക് വരുമ്പോൾ അച്ഛനമ്മയും കണ്ട് സന്തോഷത്തോടെ മിത്ര ഓടി ചെന്ന് നന്ദിതയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് മീനാക്ഷിയും അനുവും ഒക്കെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പം നന്ദിത പറയാണ്, ഞാൻ മോളെ കൊണ്ടുപോകാൻ വന്നതാണ്. മോള് നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? നിനക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് നന്ദിത പറയുന്നുണ്ട്. അപ്പം അനന്തരം പറയുന്നുണ്ട്, അതേ മോളെ, എന്നെ പേടിച്ചില്ലേ നീ ഈ വിവാഹം നടത്തിയത്? ആര്യനുമായിട്ടുള്ള നിൻ്റെ വിവാഹം അനുശ്രീയുടെ വിവാഹം പോലെ തന്നെയല്ലേ അനുശ്രീ ഇപ്പം അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്ന്? അതുപോലെ തന്നെ മോൾ ഇനി എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ആരെ പേടിച്ച്? എന്നെ ഭയന്ന് മോൾ ഇവിടെ നിൽക്കേണ്ട, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഇനി എന്തുണ്ടെങ്കിലും അച്ഛൻ കൂട്ടുണ്ടെന്ന് അനന്തനാണെങ്കിൽ മിത്രയെടുത്ത് പറയുന്നുണ്ട്. ഇതൊക്കെ ഭയങ്കര ടെൻഷനോടെ അകത്ത് നിന്ന് ആര്യം കേൾക്കുന്നുണ്ട്. ഇനി മിത്ര എങ്ങാനും പോവോ എന്ന് ആകപ്പാടെ ഭയക്കുന്നുണ്ട്. അന്നേരം ഗോമതി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാണ് ശരിയാവുന്നത്? അത് ശരിയാവത്തില്ല. ഇവിടെ മിത്രയാണെങ്കിൽ ആരും പിടിച്ചു വച്ചിട്ടില്ല. ആര്യൻ്റെ ഭാര്യയാണ്. അങ്ങനെ നിങ്ങൾ വന്ന് വിളിക്കുമ്പോഴൊന്നും അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ നന്ദിത ചോദിക്കുന്നുണ്ട്, അതെങ്ങനെയാ ഗോമതി? നിങ്ങൾ അവിടെ വന്ന് അനുശ്രീയെ കൂട്ടിക്കൊണ്ടു പോയിരുന്നു. ഇതേപോലെ തന്നെ ഒരു വിവാഹമല്ലേ അനുശ്രീയുടെ? കൂട്ടിക്കൊണ്ടു പോരുന്നപ്പോൾ ബാലേട്ടൻ വന്ന് വിളിച്ചപ്പോൾ അനുശ്രീ കൂടെ പോയിരുന്നു. അതുപോലെ തന്നെ ഞങ്ങളും വന്ന് ഞങ്ങളുടെ മകളെ വിളിക്കുന്നു. അവിടെ വന്ന് നിങ്ങളുടെ മകളെ വിളിച്ചപ്പം അനന്തേട്ടൻ എന്താ പറയുന്നത്? അനുശ്രീയുടെ തീരുമാനം എന്താണോ അതേപോലെ നടക്കട്ടെന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എന്താ നിങ്ങളെല്ലാം എതിർക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുമ്പോൾ ബാലൻ നിന്ന് വല്ലാതാവുന്നുണ്ട്. അപ്പോൾ ബാലൻ ഗോമതിയെ തടയുന്നുണ്ട്. ഗോമതി തടയണ്ട, ഇത് മിത്രയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുക എന്നിട്ട് പറയുന്നുണ്ട്. ഒക്കെ വളരെ കഷ്ടപ്പാട് തന്നെയാണ് ഇവിടെ ഇനി ഇനി നല്ലൊരു ജോലി കിട്ടുമോ ഇല്ലയെന്ന് അറിയത്തില്ല. അവരുടെ ജീവിതം എങ്ങനെ സേഫ് ആവുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ കൃഷ്ണമംഗലത്ത് അങ്ങനല്ല, എല്ലാ സൗകര്യത്തോടെയും അവൾക്ക് വാഴാം, അവൾക്ക് അവിടെ താമസിക്കാം. പിന്നെ ഞങ്ങൾ അവൾക്ക് വേണ്ടി ഒരു തീരുമാനം എടുക്കത്തില്ല. മിത്രയ്ക്ക് നിങ്ങളുടെ കൂടെ വരണമെങ്കിൽ അവളെ കൊണ്ടുപോകാം. എല്ലാം മിത്രയുടെ തീരുമാനത്തിന് വിട്ടെന്ന് ബാലേട്ടൻ പറയാണ്. അതുകൊണ്ട് തന്നെ ഗോമതി ഒന്നും പറയണ്ട എന്നും പറഞ്ഞ് ബാലൻ തടയുന്നുണ്ട്. അപ്പം നമ്മുടെ അച്യുതൻ പറയുന്നുണ്ട്, മിത്ര ഇങ്ങോട്ട് ഇറങ്ങി വാ, നീ എന്തിനാ അവിടെ നിൽക്കുന്നത്? ആരെ പേടിച്ചാണ് നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഉടനെ മിത്ര പറയുന്നുണ്ട്, ഇതാ വരുന്നത്, ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞിട്ട് ഓടി അകത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അകത്തു നിന്ന് ആകെപ്പാടെ ടെൻഷനാണ്. കാരണം ഇന്നലെയും കൂടെ പറഞ്ഞതേ ഉള്ളൂ മിത്ര, എൻ്റെ അച്ഛൻ അമ്മയും വരും, ഞാൻ അവരുടെ കൂടെ പോവും, ഇനി ഇവിടെ നിൽക്കത്തില്ല എന്നൊക്കെ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇനി പോകുമെന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ മിത്ര ഓടി ഉറിയിലേക്ക് വന്നിട്ട് പെട്ടിയൊക്കെ എടുത്ത് തുണിയൊക്കെ എടുത്ത് പറക്കി വെക്കുകയാണ്. ഈ സമയത്ത് ആര്യനും അകത്തോട്ട് വരുന്നുണ്ട്. അപ്പം മിത്ര ഇങ്ങനെ വിചാരിക്കുകയാണ്, ഞാൻ വന്നതുപോലെ തന്നെ പോയാൽ മതി, ഒന്നും എടുക്കണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെ മിത്ര ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആര്യൻ അങ്ങോട്ട് കയറി വരുന്നത്. എന്നിട്ട് ആര്യനോട് മിത്ര പറയുന്നുണ്ട്, ആര്യ, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ല, ഇതോടെ നമ്മുടെ ബന്ധം പിരിയാണ്. ഇനി നമ്മൾ ഒരു സുഹൃത്തുക്കൾ പോലും അല്ല. കാരണം സുഹൃത്തുക്കളാണെങ്കിൽ വീണ്ടും ബന്ധം തുടരാനാൻ തോന്നും. ഇനി അങ്ങനെ ഒരു ബന്ധം പോലും നമ്മൾ തമ്മിൽ വേണ്ട, നമ്മൾ എന്നേക്കുമായി പിരിയാണ്. ആര്യൻ്റെതായ ജീവിതം, എനിക്ക് എൻ്റേതായ ജീവിതം, ഞാൻ എൻ്റെ പാഷനുമായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ആര്യൻ വിചാരിച്ചതുപോലെ ആര്യൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടത്തിയെടുക്കണം. അതിനുശേഷം നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തി കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കണം എന്നൊക്കെ പറയണം. ആര്യനൊന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും ഞാൻ ഇറങ്ങുവാണ്. പിന്നെ നമ്മൾ തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല, ഈ കട്ടിലിൽ ഒരുമിച്ച് നമ്മൾ കടന്നിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വിഷമവും വേണ്ട. നമ്മൾ വെറും രണ്ട് വ്യക്തികൾ മാത്രമാണ്. അനുശ്വരയുടെ വിവാഹം നടന്നതുപോലെ തന്നെ ഒരു വിവാഹമാണ്. എന്തായാലും ഞാൻ ഇവിടുന്ന് പോവുക എന്നും പറഞ്ഞുകൊണ്ട് ആര്യൻ്റെ മുന്നിൽ നിന്ന് മിത്ര പോവുകയാണ്. ആര്യനാണെങ്കിൽ ഭയങ്കര സങ്കടത്തോടെ വിഷമത്തോടെ അവിടെ ഇരിക്കുകയാണ്. അങ്ങനെ നേരെ എല്ലാവരുടെ അടുത്തും ഇതാ വരുന്നെന്നും പറഞ്ഞു പോയ മിത്രയെ കാത്ത് നിൽക്കുകയാണ്. എല്ലാവരും ടെൻഷനോടെയാണ് നിൽക്കുന്നത്. ഇനി എങ്ങാനും മിത്ര പോവുക ദേവമംഗലത്ത് നിന്ന്. അങ്ങനെ എല്ലാവർക്കും ടെൻഷനുണ്ട്. മറ്റവരൊക്കെ കൃഷ്ണമംഗലക്കാരൊക്കെ സന്തോഷത്തിരിക്കുകയാണ്. പെട്ടിയെടുത്ത് ഇപ്പം മിത്ര വരുമെന്നുള്ളൊരു പ്രതീക്ഷയിലിരിക്കുകയാണ്. അപ്പോഴാണ് മിത്ര വരുന്നത്. അപ്പോൾ നന്ദിത പറയുന്നത്, വാ മോളെ നമുക്ക് പോകാം എന്ന് പറയാണ്. അപ്പം മിത്ര ഒന്നും മിണ്ടാതെ ഇങ്ങനെ കുറച്ച് നേരം നിൽക്കുകയാണ്. വാ മോളെ നമുക്ക് പോകാം, ഇനി എന്തിനാണ് നമ്മളിവിടെ നിൽക്കുന്നത് എന്നും പറഞ്ഞ് പിടിച്ച് വലിക്കുമ്പോഴത്തേക്ക് മിത്ര പറയുന്നുണ്ട്, ഇല്ലമ്മേ ഞാൻ വരത്തില്ല, ഞാൻ ഈ വീട് വിട്ട് വരത്തില്ല. നീ എന്തൊക്കെയാണ് ഈ പറയുന്ന മോളെ? നിന്നെ കൊണ്ടുപോകാനല്ലേ ഞങ്ങൾ വന്നതെന്ന് അനന്തം പറയുകയാണ്. നീ എന്തിനെ പേടിച്ച് ഇവിടെ നിൽക്കുന്നത്? നീ ആരെ പേടിച്ച് അവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അച്യുതൻ പറയുന്നുണ്ട്, നീ ഇങ്ങോട്ട് മര്യാദയ്ക്ക് വരുന്നുണ്ടോ? സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും എടുക്കണമെങ്കിൽ അതും എടുത്തിട്ട് വരിക. അനുശ്രീയുടെ വിവാഹം നടന്ന പോലെ തന്നെയല്ലേ നിൻ്റെ വിവാഹം നടന്നത്, പിന്നെ എന്തിനാണ് നീ ആരെ പേടിച്ച് അവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് അച്യുതൻ ബഹളം വെക്കുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട്, എൻ്റെയും അനുശ്രീയുടെയും വിവാഹം ഒരേപോലെയൊക്കെ നടന്നത്, പക്ഷേ വ്യത്യാസമുണ്ട്. അവിടെ അനുശ്രീ സ്വയമേ താലിയെടുത്ത് കെട്ടി, ഇവിടെ എൻ്റെ കഴുത്തിൽ ആര്യനാണ് താലി കെട്ടിയത്. ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച്. മാത്രവുമല്ല ആര്യൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടി, ഞാനിപ്പം ആര്യൻ്റെ ഭാര്യയാണെന്ന് പറയുകയാണ്. ഇത്
കേൾക്കുമ്പോൾ അച്യുതൻ പറയാണ് എന്തുവാ അതിനെന്തുവാ ഒരു ഡിവോഴ്സ് അയച്ചു കഴിഞ്ഞാൽ ആ ബന്ധം പിരിയാന്നേ ഉള്ളൂ, അതൊന്നും വലിയ കാര്യമല്ലെന്ന് പറയാണ്. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട് അച്ചുവേട്ടൻ എന്തത്തിൻ്റെ കുഴപ്പമാണ്, ഇവരെ വിവാഹ ബന്ധം ഇപ്പം പിരിച്ചേ അടങ്ങത്തോളോ എന്ന് ചോദിച്ചുകൊണ്ട് ഗോമതി ചൂടാവുന്നുണ്ട്. എന്നിട്ട് മിത്ര അനന്തൻ്റെ അടുത്ത് പറയുന്നുണ്ട് അച്ഛാ ഞാൻ ഇവിടെ വന്ന സാഹചര്യത്തിൽ അച്ഛൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു, ആരും എൻ്റെ കൂടെയില്ല, ഞാൻ ഒറ്റപ്പെട്ട ഒരു സമയമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അവസ്ഥ അതല്ല, എനിക്ക് എന്തെങ്കിലും സങ്കടം വന്നാലും ദുഃഖം വന്നാലും എനിക്ക് പറയാനും എന്നെ ആശ്വസിപ്പിക്കാനും എൻ്റെ അപ്പച്ചിയുണ്ട്, കൂടെ ഉണ്ടെന്ന് പറയാൻ എൻ്റെ അങ്കിളുണ്ട്, സഹോദരന്മാരെ പോലെ എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും പറയാൻ എൻ്റെ ഏട്ടത്തിമാരുണ്ട്, പിന്നെ എന്തിനും കൂടെ നിൽക്കുന്ന എൻ്റെ ഭർത്താവ് ആര്യനുണ്ട്. ആ മനുഷ്യൻ മാത്രം മതി എൻ്റെ കൂടെ എന്നും, എനിക്ക് കൂട്ടായിട്ട് ആ ആര്യൻ മാത്രം മതി എന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോൾ ആര്യന് ഭയങ്കര സന്തോഷമാവുകയാണ്. എനിക്ക് എപ്പോഴും ആര്യൻ്റെ കൂടെ നിൽക്കുന്നതാണ് ഞാൻ, എപ്പോഴൊക്കെയോ വീഴാൻ തോന്നുന്ന സമയത്ത് എന്നെ കൈ പിടിച്ച് പൊക്കിയതും എൻ്റെ കൂടെ നിന്നതും ആര്യൻ മാത്രമാണ്. അപ്പം ആര്യനെ വിട്ടൊരു ജീവിതം എനിക്കില്ലെന്ന് പറയാണ്. അപ്പോൾ നന്ദിനിക്കും അനന്തനും നല്ല വിഷമമാവുന്നുണ്ട്. അപ്പം അച്യുതൻ കിടന്നങ്ങ് വഴക്കുണ്ടാക്കുവാണ്, മര്യാദയ്ക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഗോമതി ബാലനും പറയുന്നുണ്ട് നിങ്ങൾക്ക് മിത്രയുടെ ഇഷ്ടം പോലെ കൊണ്ടുപോകാം, മിത്രയ്ക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ എൻ്റെ മരുമകളെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടത്തില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ് ബാലൻ. അങ്ങനെ മിത്ര വരുത്തില്ലെന്ന് മനസ്സിലാക്കി അച്യുതനും രാജശ്രീയും കൂടെ ദേഷ്യം കയറി പോവുകയാണ്. മുത്തശ്ശിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പം ഗോമതിയാണെങ്കിൽ സമാധാനത്തോടെ അനന്തൻ്റെ അടുത്ത് നന്ദിയുടെ അടുത്ത് പറയാണ് നന്ദിയേട്ടത്തി നിങ്ങളൊന്നും കൊണ്ടും വിഷമിക്കേണ്ട, മിത്രയ്ക്ക് ഒരു വിഷമവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം, പിന്നെ ഞങ്ങളുടെ ഈ വാതിൽ എപ്പോഴും തുറന്നു കിടക്കും മിത്രയ്ക്ക് വേണ്ടി, അവൾക്ക് സ്വയമേ അങ്ങോട്ട് വരണമെന്ന് തോന്നിയാൽ എപ്പോൾ വേണമെങ്കിലും വരാം, പക്ഷേ ഞങ്ങളായിട്ട് ഒരിക്കലും അവളെ തള്ളിവിടത്തില്ല, ആരും ബലമായിട്ട് ഇവിടുന്ന് കൊണ്ടുപോകാനും ഞങ്ങൾ സമ്മതിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. അവൾക്ക് ഒരു കുഴപ്പവും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാണ്. അപ്പം നന്ദിതയ്ക്കും അനന്തനും ആശ്വാസമൊക്കെ ആവുന്നുണ്ട്. ആര്യന് നല്ല സന്തോഷമാവുന്നുണ്ട്. മിത്ര തന്നെ വിട്ടു പോകത്തില്ല എന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞപ്പം ആര്യന് സന്തോഷമായി. പിന്നെ ഒരു ഭയവും ഉണ്ടായിരുന്നു, ഇനി എങ്ങനെ മിത്ര തന്നെ കളഞ്ഞിട്ട് പോകുമെന്നൊന്ന് പേടിക്കുകയും കൂടെ ആര്യൻ ചെയ്തായിരുന്നു. അപ്പം മിത്ര അനന്തനോട് പറയുന്നുണ്ട് അച്ഛാ എന്നെ കാണണമെങ്കിൽ എന്നെ ഒന്ന് കണ്ട് ചേർത്ത് പിടിച്ച് മോളെ എന്ന് വിളിച്ചാൽ മതി, എത്ര കാലത്തിന് ശേഷമാണ് നിങ്ങൾ എന്നെ മോളേന്ന് മിത്രയെന്നൊക്കെ വിളിക്കുന്നത്, എന്നെ ഒന്ന് ഇടയ്ക്ക് കണ്ട് എന്നെ ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി, അത് മാത്രം ചെയ്താൽ മതി, എന്നെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ നോക്കല്ലേ അച്ഛാ, എപ്പോഴും ഞാൻ ഇവിടെ തന്നെ കാണും, എന്നെ ഒന്ന് കണ്ട് ഒന്ന് രണ്ട് വാക്ക് സംസാരിച്ചാൽ മതി എന്നും ഭയങ്കര വിഷമത്തോടെ പറയുകയാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിഷമം വരുന്നുണ്ട്. എന്തായാലും അച്യുതൻ വിചാരിച്ചതുപോലെ ഒന്നും നടക്കാതെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ദേഷ്യം അച്യുതനും ഉണ്ട്. അങ്ങനെ മിത്ര തൻ്റെ ഉറച്ച തീരുമാനം എല്ലാവരെയും അറിയിക്കുന്നു.